അടുത്ത ഒരു മുൻപേലിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വൈജയാണെങ്കിൽ ബാലേന്ദ്രനോട് സംസാരിക്കുകയാണ്. ഞാനും അവളും ഒരുമിച്ച് ഈ വീട്ടിൽ പറ്റത്തില്ല. ഒന്നീ ഞാൻ അല്ലെങ്കിൽ അവൾ ആരെ അതുകൊണ്ട് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ മോളെ എന്തായാലും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ല. നീ ഇവിടുന്ന് പോകണമെന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നീ പോവാതിരിക്കാൻ വേണ്ടി എൻ്റെ മോളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. ഭയങ്കരമായിട്ട് വൈജിക്ക് ദേഷ്യം വരുന്നു. വൈജി പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നീയും നിങ്ങളുടെ മോളും കൂടെ അങ്ങ് ഇവിടെ താമസിച്ചോ, ഞാൻ പോവും. ഈ കാണിച്ചതിന് നിങ്ങൾ അനുഭവിപ്പിക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വൈജി ദേഷ്യം പോവുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ വൈജി ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈജ പോകുന്നത് ബാലേന്ദ്രൻ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് അലീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്കെന്തായാലും സന്തോഷമായല്ലോ. നീ ഒരു ഹോം നേഴ്സായിട്ട് ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ വന്നിട്ട് നീ നിൻ്റെ അച്ഛനെയും സ്വന്തമാക്കി, എൻ്റെ മക്കൾക്കും എനിക്കും ആരും ഇല്ലാതാക്കി, നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചു. അതോടെ നിനക്ക് സന്തോഷമായല്ലോ. ഇനി നീയും ഞാനും എന്തായാലും ഈ വീട്ടിൽ ഒരുമിച്ച് പറ്റത്തില്ല. നിന്നെ എന്തായാലും പറഞ്ഞു വിടാൻ നിൻ്റെ അച്ഛൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാട്ടിന് പോവുക എന്ന് പറയുകയാണ്. ഇനി നിന്നെ കൂടെ എനിക്ക് കഴിയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. നീയും നിന്റെ അച്ഛനും കൂടെ അങ്ങ് ജീവിച്ചോ എന്നും പറഞ്ഞ് പോകും എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എൻ്റെ മക്കളെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറയാണ്. അതെന്നും പറഞ്ഞ് വൈജയൻ കയറി പോവാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അലീന പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുകയാണ്. അച്ഛ എന്ന് ചോദിക്കുകയാണ്, വിളിക്കുകയാണ്. അന്നേരം ബാലൻ ചോദിക്കുക, എന്താ മോളെ? അല്ല, മാഡം ആണെങ്കിൽ പോവുകയാണെന്ന്. എങ്ങോട്ട്? അതറിയത്തില്ല, കൊല്ലപ്പള്ളിയിലേക്കായിരിക്കും പോകുന്നത്. പോകാൻ വേണ്ടി ബാഗൊക്കെ എടുക്കുന്നുണ്ട്, അവിടെ ഒരു റെഡി ആവുന്നുണ്ടെന്ന് പറയാണ്. അവളെവിടം വരെ പോകാനാ? പോയിട്ട് അവളിങ്ങ് വരും, അല്ലാതെ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ അവൾ കൊല്ലപ്പള്ളി പോയി കുറച്ച് നാൾ താമസിക്കും, അല്ലാതെ അവൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അച്ഛാ, ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പ്രശ്നം തീരുമെങ്കിൽ നാളെ തന്നെ ഞാൻ പൊക്കോളാം എന്ന് പറയാണ്. നീ ഇവിടുന്ന് പോയത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. ഈ പ്രശ്നം അങ്ങനൊന്നും അവസാനിക്കുന്നതല്ല. ഇത്രയും നാളെ എന്നെ വഞ്ചിച്ചതല്ലേ, ഇനി അവളുടെ വീട്ടുകാരും കിടന്ന് കുറച്ച് ഓടട്ടെ എന്ന് ബാലേന്ദ്രൻ പറയാണ്. അച്ഛാ, അങ്ങനെ പറയല്ലേ അച്ഛാ. മാഡം ആകപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നടക്കുക. അപ്പം ബാലേന്ദ്രൻ പറയണം, ഞാനും ഇതേപോലെ കുറേ നാൾ നടന്നതല്ലേ, ഇനി അവൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പറയാണ്. മോള് പോയി കിടക്കുക, ആഹാരം കഴിച്ചിട്ട് പോയി കിടക്കുക, അവൾ പോയിട്ട് വരട്ടെ എന്ന് പറയാണ്. എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അലീന വിഷമിച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ വൈജ ബാഗുമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. മാഡം പോവല്ലേ മാഡം, ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം നശിക്കല്ലേ, നിനക്ക് നാണമില്ലേ അങ്ങനെ പറയാൻ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നീ പോരാ, അപ്പം നീ പോകത്തില്ല, നീ നിൻ്റെ അച്ഛനെ വിട്ട് പോകത്തില്ല, നീ നിൻ്റെ അച്ഛനുമായിട്ട് കഴിഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും, ഞാൻ ഈ വീട്ടിൽ ഇനി കഴിയത്തില്ല, എൻ്റെ മക്കളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും, എനിക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഞാൻ അവിടെ പോയി കഴിഞ്ഞോളാം, എനിക്കെൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഒരു പട്ടിയെ പോലെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറയാണ്. അപ്പോഴും അലീന പറയാണ്, മാഡം പോവല്ലേ മാഡം ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുകയാണ്. വീടെന്നും പറഞ്ഞ് ദേഷിച്ച് ആണെങ്കിൽ വണ്ടിയിൽ അങ്ങ് കയറി പോകാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കാറിൻ്റെ അടുത്ത് നോക്കി, കാർ ഡോറ് തുറന്നിട്ട് തിരിച്ച് വീട്ടിലേക്കൊന്ന് നോക്കിയിട്ട് ദേഷിച്ച് വീണ്ടും കാറിൽ കയറുകയാണ്. അപ്പോൾ അലീന പോവല്ലേ മാഡം എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ വൈജ ഇതൊന്നും കേൾക്കാതെ ചാടിപ്പിടിച്ച് കയറി പോവാണ്. വണ്ടി ഓട്ടിക്കുമ്പോഴും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് ദേഷ്യം. അലീന സ്വന്തം മോളാണെന്നുള്ള ഒരു ശിവേട്ടൻ പറഞ്ഞതും ബാലേന്ദ്രൻ പറഞ്ഞതും ഒക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ ആലോചിച്ച് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് വണ്ടി ഓട്ടിക്കുന്നത് തന്നെ. ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓട്ടിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു കാർ ഓവർടേക്ക് ചെയ്ത് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ അലീനയുടെ വൈജയുടെ കയ്യിൽ നിന്ന് ബാലൻസ് അങ്ങ് വിടുകയാണ്. ബാലൻസ് കിട്ടി ആ കാറിനെ ചെന്ന് ഇടിച്ച് കാറ് മറിഞ്ഞ് ചെന്ന് വീഴുകയാണ്. വലിയൊരു ആക്സിഡൻറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആക്സിഡൻറ്റ് നടന്ന് ആൾക്കാരെല്ലാം ഓടിക്കൂടിയപ്പോഴത്തേക്ക് അതിനകത്തുള്ള ഒരാളുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയൊക്കെ വിളിച്ച് വൈജ അപ്പോഴത്തേക്ക് ബോധമില്ലാതെ ഒരവസ്ഥയിലേക്ക് പോയിരുന്നു. വൈജയെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്താണെങ്കിൽ ലേന്ദ്രനെ അവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്. വൈജയുടെ ബാഗിൽ നിന്ന് അവർക്ക് ഡീറ്റെയിൽ എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് വൈജയുടെ ഫോൺ എടുത്ത് ബാലേന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അങ്ങ് കടന്നതാണ്. ആരോ വിളിച്ചിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ കാര്യത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ ബാലൻസ് സമനില തെറ്റിയ പോലെ അങ്ങ് ആയി. ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വൈജയോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. എന്ത് ചെയ്യണം എന്നറിയാതെ ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊല്ലപ്പള്ളിയിലും അറിയുന്നുണ്ട് വൈജ ആക്സിഡൻറ്റിൽ പെട്ട കാര്യം. അങ്ങനെ ശിവേട്ടനും രാജീവും കൂടെ ഓടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. വൈജയാണെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ICU കിടക്കുകയാണ്.
ഈ സമയത്ത് തന്നെ ആക്സിഡൻറ്റ് പറ്റി ആ സമയത്ത് തന്നെ ഇതൊന്നും അറിയാതെ അലീനയും കൃഷ്ണമോളും കൂടെ, അലീനയാണെങ്കിൽ കൃഷ്ണമോളെ കൊണ്ട് അമ്മയെ വിളിപ്പിക്കണം. അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ശിവേട്ടനും രാജീവും ഓടിയെത്തുകയാണ്. വന്നപാടെ അവരാണെങ്കിൽ ഡോക്ടറിനെ കാണുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഡോക്ടറെ, എങ്ങനെയുണ്ട് വൈജയ്ക്ക് ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്. അത് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇവിടെ വന്നപ്പോഴേ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം, എന്താവുമെന്ന് നോക്കാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ കൃഷ്ണയും അലീനയും കൂടെ വൈജയെ വിളിക്കുന്നുണ്ട്. പക്ഷേ വൈജ ഫോൺ എടുക്കുന്നില്ല. ബാലചന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ഡോറിൽ തട്ടുകയാണ്. അലീന അലീന എന്ന് വിളിക്കാൻ. അപ്പോൾ അലീന വന്ന് ഡോറ് തുറക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന പറയാണ്, അച്ഛ മാഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ എടുക്കത്തില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, അപ്പം കൃഷ്ണമോള് പറയാണ്, ചേച്ചി ടെൻഷൻ അടിക്കേണ്ട, കൊല്ലപ്പള്ളിയിലേക്കായിരിക്കും അമ്മ പോയത്, അല്ലാതെ അമ്മ എവിടെ പോവാൻ, അല്ല മോളെ രാത്രി ഇറങ്ങിയ പോയണം തൊട്ട് എനിക്ക് ആകപ്പാടെ മനസ്സിനൊരു വെപ്രാളം പോലെ എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയാണ്, ഇപ്പം ഒരാളെന്നെ ഫോൺ വിളിച്ചിരുന്നു, എന്താ വെച്ചാൽ വൈജ ഹോസ്പിറ്റലാണെന്ന്. ഹോസ്പിറ്റലോ, എന്ത് പറ്റി അമ്മയ്ക്കെന്ന് പറഞ്ഞ് കൃഷ്ണമോള് ചോദിക്കുകയാണ്. അത് അവൾ ഇവിടുന്ന് കാർ എടുത്തുകൊണ്ട് പോയ വഴിയിൽ അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറയണം. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ആക്സിഡൻറ്റോ, ആക്സിഡൻറ്റ് പറ്റി, അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കൃഷ്ണമോള് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അത് ഹോസ്പിറ്റലാണെന്ന് നമ്മളെ അറിയാൻ കഴിഞ്ഞത്, എന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അവിടെ നിന്നവർ വിളിച്ചവർ പറഞ്ഞത് കാറിൻ്റെ കൺട്രോൾ വിട്ട് ചെന്ന് ഇടിച്ചെന്നാണ് പറഞ്ഞതെന്ന കാര്യം ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് അലീന ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അച്ഛൻ പോകുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൃഷ്ണമോള് കരയുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയുകയാണ്, പോകാം മോളെ പോകാം എന്ന് പറയുകയാണ്. അലീനയാണെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതിന്ന് സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിയടുത്തും കമല വന്ന് പറയുന്നുണ്ട്. അത് വൈജിയാണെങ്കിൽ അവിടെ നിന്ന് വഴക്കിട്ടിറങ്ങിയിട്ട് വരുന്ന വഴിയിൽ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലാണെന്ന് എന്ന് നേരെ ചെന്ന് കമലയാണെങ്കിൽ മുത്തശ്ശിയടുത്ത് പറയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഞെട്ടിയിരിക്കുന്നു. അയ്യോ എൻ്റെ മോൾക്ക് എന്താ പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിൽ. എന്തായാലും ശിവേട്ടനും രാജീവൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്, അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ കമല മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ അകത്ത് വൈജിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ ടെൻഷനോടെ ഇങ്ങനെ ശിവേട്ടനും രാജീവും ഒക്കെ പുറത്ത് നിൽപ്പുണ്ട്. അങ്ങോട്ട് മനുവും വരികയാണ്.